നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനൊരു ഓംലെറ്റ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഇവിടെ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളും വേണം. ഒരു 2 പച്ചമുളക്, ഒരു ഉള്ളി, ഒരു തക്കാളി, അല്പം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഈ മുട്ടയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഓംലെറ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിലും ഉപയോഗിക്കാം. പിന്നെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡിയായി. ഇനി ഇതേ പാനിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെറിയ പീസോ വലിയ പീസോ ആക്കി ചെയ്തെടുക്കാം. എപ്പോഴും ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മൺചട്ടി വെച്ച് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം വളരെ കുറച്ച് മാത്രം പെരിഞ്ജീരകം ചേർക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അധികമാവരുത്, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് കറിവേപ്പില, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർക്കാം. പിന്നെ ഉള്ളി ഒന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേഗത്തിൽ തന്നെ നമുക്കിത് സോഫ്റ്റായി കിട്ടും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി ചേർത്തിട്ട് അധികം പേസ്റ്റ് പോലെ ആവണ്ട. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ മുളക് പൊടിയിലും കുരുമുളക് പൊടിയിലൊക്കെ മാറ്റം വരുത്താം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓംലെറ്റ് പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കുത്തി ഇളക്കരുത്, പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കിട്ടുന്നത്. ഏകദേശം 1/2 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം.
തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഓംലെറ്റ് കറി ഇവിടെ റെഡിയായി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.